പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ദീർഘദൂര യാത്രയാണ്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ സെൻറ്ററിലെത്തിയിട്ട് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. ഇത് പശ്ചിമഘട്ടം മലനിരകളാണ്, കോടയും കാര്യങ്ങളൊക്കെ, നല്ല തണവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഒരു ദിനം കർത്താവേ, ഇത് കാണുന്ന സകല മക്കൾക്കും ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ള മലനിരകളൊക്കെ കാണുമ്പോഴാണ് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എത്രമാത്രം മനോഹരമാണ് അല്ലേ. പിന്നെ ഇന്ന് നമ്മളിനി ധ്യാനിക്കുന്നത് എഫെസസ് ലേഖനം 4:11. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി. അതായത് തിരുസഭയിൽ വ്യത്യസ്തങ്ങളായ ശ്രേണി അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകരുണ്ട്, ഇടയന്മാരുണ്ട്, പ്രബോധകന്മാരുണ്ട്. അത് മാത്രമല്ല, മറ്റും ആകാൻ, അതായത് വേറെ കുറച്ച് ആൾക്കാർ കൂടി അതിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരുപാട് ഇടങ്ങളുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നില്ലേ, പ്രവാചകനായി പരിഗണിക്കുന്നവനെ പ്രവാചകൻ്റെ പ്രതിഫലം കർത്താവ് നൽകും. അതുകൊണ്ട് ഒരു സുവിശേഷ വേല ചെയ്യുന്നവനെ പ്രിയ സഹോദരങ്ങൾ ആദരിക്കുമ്പോൾ ശരിക്ക് ആ സുവിശേഷകന് കിട്ടുന്ന അതേ പ്രതിഫലം ദൈവമായ കർത്താവ് നമുക്ക് നൽകും. അതിൻ്റെ എത്രയോ നല്ല പൈതൃകമല്ലേ സഹോദരങ്ങളെ. നമ്മുടെയൊക്കെ ഇന്നത്തെ അല്ല, നമ്മുടെയൊക്കെ പണ്ടുള്ള പൂർവികന്മാരും അതുപോലെ വയസ്സായ അപ്പച്ചന്മാരും അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എത്രയോ ഭയഭക്തിയോടെയാണ് അവർ സുവിശേഷകരെ കണ്ടിരുന്നത്. എത്രയോ ആദരവോടെയാണ് നമ്മുടെ വികാരിച്ചന്മാരെ അച്ഛന്മാരെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കും, മുണ്ടിൻ്റെ കുത്തൊക്കെ അഴിച്ചിടും. സഹോദരിമാർ സാരിയുടെ അല്ലെങ്കിൽ ആ ഇതൊക്കെ അവർ നെറ്റൊക്കെ കൃത്യമായിട്ടിടും. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഭിഷേകം ഇതൊരു അനുഗ്രഹമായിട്ട് പ്രിയ സഹോദരങ്ങളെ പ്രവാചകനായിട്ട് അംഗീകരിക്കാനായിട്ടുള്ള ഒരു അഭിഷേകം ഇത് കാണുന്ന സകല മക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ വലിയൊരു ആനന്ദം, വലിയൊരു സന്തോഷം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലും നിറയട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.